ഹലോ, E20 പെട്രോൾ ആണല്ലോ ഇപ്പോൾ ഫുൾ ന്യൂസിലും. നമുക്ക് E20 പെട്രോളിനെ പറ്റി സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയാലോ? അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ എന്താണ് E20 പെട്രോൾ? പേരിൽ പറയുന്ന പോലെ തന്നെ പെട്രോളിലോട്ട് 20% എത്തനോൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്യൂലാണ് E20 പെട്രോൾ. 80% പെട്രോളും 20% എത്തനോൾ ഉണ്ടാവും. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്? എത്തനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിദത്തമായ കൃഷി വിഭവങ്ങളിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഷുഗർ കെയിൻ, അരി, ചോളങ്ങൾ, അങ്ങനെ ഡാമേജ്ഡ് ഫുഡ് ഗ്രെയിൻസ് ഇതിന്നൊക്കെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട്, അതായത് ഇതിലെ ഷുഗറും സ്റ്റാർച്ചും ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് കിട്ടുന്ന ആൽക്കഹോൾ അത് ശുദ്ധീകരിച്ചിട്ടാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കുക, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പഞ്ചസാരയും അന്നജവും പുളിപ്പിച്ചിട്ട് കിട്ടുന്ന ആൽക്കഹോൾ അത് ശുദ്ധീകരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ പെട്രോൾ മിക്സ് ചെയ്യുന്ന എത്തനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ പിന്നെ ഈ എന്താ പറയുക HPCL, IOCL ഒക്കെ പോലെ എണ്ണ പ്രോസസ് ചെയ്യുന്ന കമ്പനിയിലോട്ട് കൊടുത്തിട്ട് അവിടെ മിക്സ് ചെയ്തിട്ട് ഇന്നത്തെ E20 പെട്രോൾ ഉണ്ടാക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ E20നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളുണ്ട്. ആദ്യം അനുകൂലിച്ച് സംസാരിക്കുന്നവരുടെ പോയിന്റ്സ് നമുക്ക് നോക്കാം. വിദേശ നാണ്യം ലാഭിക്കൽ. അത് ഇന്ത്യ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോൾ, ക്രൂഡ് ഓയിൽ 85% ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം നമ്മൾ, ചിലവ്. അപ്പോൾ E20 പെട്രോൾ വരുമ്പോൾ അത് കുറയും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ കർഷകർക്ക് നല്ലൊരു വരുമാനം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതിദത്തമായ കൃഷി വിഭവങ്ങളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഷുഗർ കെയിനും അതുപോലെ അരിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് നല്ലൊരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടും. പിന്നെ പഞ്ചസാര മില്ലുകൾ, അവർക്കൊക്കെ നല്ല വരുമാനം ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റ് പൊല്യൂഷൻ കുറയ്ക്കും. ഈ എത്തനോൾ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഒക്ടെയിൻ റേറ്റിംഗ് ഉള്ള ഒരു ബയോഫ്യൂവലാണ്. അപ്പോൾ ഇത് കത്തുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കത്തും. അതുകൊണ്ട് തന്നെ കാർബൺ മോണോക്സൈഡ്, മറ്റ് ഹാംഫുൾ ഗ്യാസസും ഇത് ഉണ്ടാക്കുന്നത് കുറയും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നമ്മൾ മെയിൻ പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അനുകൂലിച്ച് സംസാരിക്കുന്നവരുടെ പോയിന്റ്. ഇനി പ്രതികൂലിക്കുന്നവരുടെ പോയിന്റ്സ് പറയാം. ഫസ്റ്റ് പോയിന്റ്, മെയിൻ പോയിന്റ്, എഞ്ചിൻ തകരാറുകൾ. അതായത് 2023 മുന്നേ ഉണ്ടാക്കിയ വെഹിക്കിൾ ആണെങ്കിൽ, വാഹനങ്ങളാണെങ്കിൽ അത് എത്തനോൾ കോമ്പാറ്റബിൾ അല്ല, നോൺ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റബ്ബർ, പ്ലാസ്റ്റിക് ഒക്കെ നശിച്ചു, അതുപോലെ തന്നെ തുരുമ്പ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് കുറയാം. അതായത് ഈ എത്തനോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിനെ അപേക്ഷിച്ചിട്ട് എനർജി ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ എനർജി ഉണ്ടാക്കുന്ന കുറയുമ്പോൾ നമുക്ക് മൈലേജ് നല്ല ഡിപ്പാവും. 3 to 6% കുറയാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ക്ഷാമം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അരി, പഞ്ചസാരയൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുക, ചോളം ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. ആ സമയത്ത് മാർക്കറ്റിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയും, പ്രൈസ് കൂടും. അപ്പോൾ ക്ഷാമവും പ്രൈസ് വർധനയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, മെയിൻ പോയിന്റ്, ജലക്ഷാമം. എത്തനോൾ ഉണ്ടാക്കണം, 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 5000 ലിറ്റർ വെള്ളമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജലക്ഷാമം ഭയങ്കര രൂക്ഷമായിരിക്കും. ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരുടെ പോയിന്റ്സ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തല്ലോ. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? നമുക്ക് E20 ആയിട്ട് മുന്നോട്ട് പോകണോ? ഭാവിയിൽ E80 വരെ വരുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിൽ രേഖപ്പെടുത്തുക. പോകാൻ വരട്ടെ, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. കാരണം E20യുമായി ബന്ധപ്പെട്ട ഇനിയും വീഡിയോസ് വരാനുണ്ട്.